ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. മഞ്ജു വാര്യറിൻ്റെ ഒക്കെ നാടായിട്ടുള്ള പുള്ള്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു കസിനും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. തന്നെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സുഗിത്താൻ്റെ വീട്ടിലെത്തിയിട്ടാണ്. ഞാൻ സുഗിത്താനെ വിളിക്കട്ടെ ഫസ്റ്റ് തന്നെ. ഇതാണ് സുഗിത അഷ്റഫ്. ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഇക്കാസ് ലൈഫ്. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ സുഗിത്തയാണ് വണ്ടി എടുക്കുന്നത്. കാരണം എനിക്ക് വഴിയൊന്നും വലിയ പിടുത്തില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഹൈവേയിൽ കയറിയിട്ടോ. നമ്മുടെ അവിടെ നിന്ന് തൃപ്രയാർക്ക് പോയിട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് തൃപ്രയാർക്ക്. ഒരു 10 മിനിറ്റത്തെ ട്രാവലുള്ളൂ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് തൃപ്രയാർ ക്ഷേത്രം ഉണ്ടാകും. അപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര രസമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്കൊക്കെ ആയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മുൻഭാഗം എന്ന് പറയുന്നത് ഒരു പുഴയുടെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. ഭയങ്കര രസമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നേരെ പുള്ളിൽക്കാണ് ഇനി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വഴികളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറയാമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റാണ്. നമ്മളിപ്പോൾ പോകുന്നത് തൃപ്രയാർ തൃശ്ശൂർ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ടച്ച് ചെയ്തിട്ട് പോകുന്ന റൂട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര രസമാണ്. റോഡൊക്കെ ഭയങ്കര രസമാണ്. കണ്ടപ്പോൾ ഗ്രാമപ്രദേശമായ കാരണം നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പുള്ളിയിൽ ഇപ്പം നമ്മൾ എത്തിയിട്ടാണ്. ശരിക്കും ഭയങ്കര രസമാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ആകെ വണ്ടടിച്ചെന്നൊക്കെ പറയണ പോലെ. കാരണം താമരപ്പാടം ഇത് എനിക്ക് ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അമ്പലത്തിലൊക്കെ എടുക്കുന്ന താമരകളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കണ്ടോ അവിടെ ഒരു വഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വഞ്ചിയിൽ നമുക്ക് പോകാനൊക്കെ പറ്റും. ജസ്റ്റ് താമരക്കുളത്തിൻ്റെ ചുറ്റും നമുക്ക് അതിലൊന്ന് യാത്ര ചെയ്യാൻ പറ്റും. താമരപ്പാടം. അപ്പോൾ നമ്മൾ പുള്ളിയിലെത്തി. ഇവിടെ മൊത്തം താമര കേട്ടോ. തന്നെ റോസ് കളറ് വലിയ താമര ഫുള്ളും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ആൾക്കാരൊക്കെ ആ വഞ്ചികൾ ജസ്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയില്ല കാരണം അത്യാവശ്യം ലേറ്റ് ആകുമെന്ന് പേടിച്ചിട്ട് നമ്മളത് വഞ്ചിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ നോക്കി ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. വലിയ താമര നമുക്ക് പിന്നെ കൊതിയാവും ഇത് കാണുമ്പോൾ തന്നെ. നമ്മൾ നേരെ ആ താമരപ്പാടത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ പാടം ഉണ്ടാകും. ഏക്കറുകളോളം ഉള്ളൊരു പാടം. നമ്മൾ ആ പാടം ഒരു ഇറക്കത്തിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോവേണ്ടും. കുറച്ചമ്മ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ നടന്നൊന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഫോട്ടോഷൂട്ടിനും കുട്ടികളൊക്കെ ആയിട്ടും കുറേ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര ഒരു ശാന്തതയായിട്ട് കിടക്കുകയാണ്. സിറ്റിയിൽ നിന്നൊക്കെ വളരെ ദൂരമാണ്. ഇപ്പം നമ്മുടെ ഭാഗം എന്ന് പറയുമ്പോൾ തൃപ്രയാർ ആ ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് റഷാണല്ലോ. പക്ഷേ ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര രസമാണ് കാണാൻ. കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ല രസമാണ് നമുക്ക് കാണാനായാലും കേൾക്കാനൊക്കെ. ശരിക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഓക്കെ, എന്ത് രസമാണ്. പാടവും ഇഷ്ടത്തിന് കൊക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നിറച്ച് കൊക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാടത്തിന് നടുക്കിൽ കൂടി ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ കൃഷിയൊക്കെ നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇപ്പോൾ ചെറിയ നെൽകൃഷിയാണ്. ചെറിയ നെല്ലുകളാണ്. അതായത് ചെറിയ തൈയാണ്, വലുതായിട്ടില്ല. പക്ഷെ ഇവിടെ കൊയ്ത്തൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാണാൻ. ഇങ്ങനെ മെതിക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് പോരാനുള്ളൊരു പ്ലാനിങ് ആട്ടോ. കുറച്ച് നേരമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കറിയും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോരാനുള്ളൊരു പ്ലാനിങ് ആണ്. നമ്മൾ നേരെ തന്നെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പുള്ളിയിൽ തന്നെയുള്ള വേറൊരു പാടം. പുള്ളിയിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അവിടെ നേരെ പോകുമ്പോൾ പിന്നെയും കുറേ താമരപ്പാടം തന്നെയാണ്. ഇവിടുത്തെ ഈ പാടത്ത് പൂവൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് മഞ്ജു വാര്യറിൻ്റെ വീടൊക്കെ ഉള്ള ആ ഒരു അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ അമ്പലം.
അതിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് മഞ്ജു വാര്യറിൻ്റെ വീട്. നമുക്ക് ജസ്റ്റ് ആ വീടിന് അങ്ങോട്ട് ഒന്ന് പോയി നോക്കണ്ട, പുറകെ കാണുന്നത് ഇതാണ് മഞ്ജു വാര്യറിൻ്റെ വീട്. ആളും കൂടി ഇല്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മഞ്ജു വാര്യറിൻ്റെ വീട്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇതിൽ വരുമ്പോൾ നമുക്ക് നോക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളെന്നിട്ട് അവിടെ നിന്ന് നേരെ തന്നെ പോകുന്നുട്ടോ. സെയിം ഇതൊക്കെ പുള്ളി തന്നെ വിടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടി പോകുന്ന കഴിയുമ്പോൾ കുറച്ചും കൂടി കാണാനുള്ള കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട്. പാടം ഇങ്ങനെ എന്താ പറയുക, ഒരു സൈഡിൽ പാടവും ഒരു സൈഡിൽ കുറേ വെള്ളമൊക്കെ ആയിട്ട്, വെള്ളം മീൻസ് ഇങ്ങനെ പുഴ പോലെ ഇങ്ങനെ കായലൊക്കെ, കായലൊന്നുമല്ല, എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാനില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു വഴിയിൽ കയറിയിട്ടോ ഫോണടിച്ച് നോക്കിയത് മീൻ കിടക്കണമൊക്കെ ഞാൻ പടക്കണത് നോക്കി. ഇവിടെ ഫ്രഷ് ആയിട്ട് മീൻ പിടിച്ചിട്ടത് എല്ലാരും വിക്ടറി പറഞ്ഞു. അതെ, ഇവിടുത്തെ ചേട്ടന്മാരുടെ ഹായൊക്കെ പറഞ്ഞു. ഭയങ്കര നല്ല ആൾക്കാരായിട്ട് കൊടുത്താൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ എല്ലാവരും വീഡിയോ എടുക്കാനൊക്കെ സഹകരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ പോന്നിട്ടോ. അപ്പോൾ ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് ഇവിടെ 2 വീലറിനെ പോരാൻ പറ്റുള്ളൂ. വേണ്ട, ഒരു സൈഡിൽ ഇങ്ങനെ നിറച്ച് വെള്ളവും ഒരു സൈഡിൽ പാടമൊക്കെ ഇങ്ങനെ കൊയ്ത്തൊക്കെ ഇറക്കിയിട്ടുള്ള ടൈപ്പ് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പം കുറച്ചൊന്നും അങ്ങോട്ട് പോയി, കുറേ ഒന്നും പോയില്ല. നമുക്ക് നമ്മുടെ ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 2 വീലറും ഇങ്ങനെ ഒരു യാത്ര ചെയ്യണത്. നമ്മൾ അടുത്തോട്ടൊക്കെ പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടില്ല ഇതുവരെ. നടക്കേണ്ട ആൾക്കാരൊക്കെയാണ്. ആ സ്ഥലത്ത് തന്നെ കുറേ തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ഉണ്ട് പാടം, ഫുൾ നോക്കിയാൽ പാടമൊക്കെ തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും കിളികളൊക്കെ കൂടണയാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ഉണ്ടായിരുന്നു. കുറച്ച് മാത്രം അതിൻ്റെ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കുറേ തട്ടുകടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ വന്നപ്പോൾ. ഇപ്പം എനിക്കൊന്ന് കൊറോണയൊക്കെ ആയ കാരണമെന്ന് തോന്നണം അധികം ഇല്ല, കുറേ ക്ലോസ് ആയെന്ന് തോന്നണം. അപ്പം നമ്മൾ തട്ടുകടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചവിടെ നിന്ന് പോരാൻ വേണ്ടി പോകുന്നു. കാരണം അപ്പോഴേക്കും മഴയൊക്കെ പെയ്യാനുള്ള ഒരുക്കായി, ചെറിയ പൊടി മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇപ്പം തന്നെ പോകുന്നു. പിന്നെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫ്രണ്ട്സ്.